ജീവിതത്തിൽ ഒരു കാര്യത്തിനും ഒരു ഉപയോഗം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതമേ നശിച്ചു പോകും. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നത് സത്യം പറയുവാണെങ്കിൽ ഒരു വലിയ മണ്ടത്തരം തന്നെയാണ്. ഈ തീർത്ഥാടനം എന്ന് പറയുക എനിക്ക് അനുഭവമാകുന്നത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കല് ഉണരുന്ന കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് ലഹരിക്കടിമകളായ കുട്ടികൾ. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലഹരിക്കെതിരെയായുള്ള ഒരു തീർത്ഥാടന യാത്ര തലശ്ശേരി അതിരൂപതയുടെ ഭാഗമായ അങ്ങാടിക്കടവ് സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ നിന്നും എടൂർ സെന്റ് മേരീസ് ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിലേക്ക് ഇന്ന് ഒരു തീർത്ഥാടനം നടത്തുകയാണ്. ഒരു വ്യത്യസ്തമായ തീർത്ഥാടനം. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ജപമാല മണികൾ കൈകളിലേന്തി നിരവധി കുട്ടികളാണ് ഇന്ന് അങ്ങാടിക്കടവ് ദേവാലയത്തിൽ നിന്ന് സെന്റ് മേരീസ് ആർക്കി എപ്പിസ്കോപ്പൽ എടൂർ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങാടിക്കടവ് വികാരിയച്ഛൻ നമ്മോടൊപ്പമുണ്ട്. അച്ഛാ, ഈ ഒരു തീർത്ഥാടന യാത്രയ്ക്കിടെ പിന്നിലുള്ള സന്ദേശം ഒന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാമോ? പ്രധാനമായിട്ടും ലോകത്തിൽ സമാധാനം ഉണ്ടാവുക. കാരണം പലയിടത്തും യുദ്ധങ്ങൾ നടക്കുന്നു, ജനം അസ്വസ്ഥമാകുന്നു. പിന്നൊന്ന് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണ്. ഇന്ന് നമ്മൾ മീഡിയയിൽ കൂടി അറിയുന്നൊരു വലിയ കാര്യമാണ്, ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം. നമ്മുടെ കുട്ടികൾ പോലും, യുവജനങ്ങൾ, കുട്ടികളൊക്കെ പോലും വലിയ അപകടകരമായ ലഹരിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അത് കുടുംബത്തെയും കുടുംബസമാധാനത്തെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെയും നമ്മുടെ തലമുറയെയും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകരാണ് ഈ ഒരു ആശയം, നമ്മുടെ ഹെഡ് മിസ്ട്രസ് സാലി ടീച്ചറിൻ്റെ നേതൃത്വത്തിലുള്ള സൺഡേ സ്കൂൾ അധ്യാപകരാണ് ഈ ഒരു ആശയത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. മാത്രമല്ല, നമ്മുടെ തീർത്ഥാടന കേന്ദ്രമാണല്ലോ എടൂർ സെൻറ്റ് മേരീസ് ദേവാലയം. അതുകൊണ്ട് അവിടേക്ക് അങ്ങാടിക്കടവിൽ നിന്ന് പ്രാർത്ഥനാപൂർവ്വം ജപമാല മണികൾ കരങ്ങളിലേന്തി പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ച് ഈ പറയുന്ന ലഹരി വിമുക്തമാകുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ പരിശുദ്ധാമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിലേക്ക് കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അതുപോലെ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക. അങ്ങനെ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ഉള്ള സുന്ദരമായ ഒരു നന്മയാർന്ന ഒരു തലമുറയും ഒരു കുടുംബം ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ ഈ മക്കളും അതുപോലെ തന്നെ ഈ ഇടവക കുടുംബത്തിലുള്ള കുറേ ആളുകളും വളരെ കുറച്ച് പേരാണ് ഞങ്ങൾ പ്രതിനിധീകരിച്ച്, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ അധ്യാപകരാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പരീക്ഷാ കാലഘട്ടമാണല്ലോ, അപ്പം നമ്മൾ എല്ലാവരെയും ഒന്നും നിർബന്ധിക്കാതെ കുറച്ച് പേര്, ഇനി ഇത് തുടർന്നും ഞങ്ങൾ വീണ്ടും പല പ്രാവശ്യമായിട്ട്, ഇപ്പോൾ നോമ്പുകാലം വരികയാണ്, അപ്പോൾ ഈ പറയുന്ന കുരിശിൻ്റെ വഴിയിലൂടെയും ഒക്കെ ഈ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു അനുഭവം കേരളത്തിലുണ്ടാകണം. ലഹരിയിൽ നിന്നും നമ്മുടെ കുഞ്ഞുമക്കൾ രക്ഷപ്പെടണം, യുവതലമുറ രക്ഷപ്പെടണം, നല്ലൊരു ഭാവി ഉണ്ടാകണം. ഇതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ലഹരിയിൽ നിന്ന് ഒരു മുക്തി നേടാൻ വേണ്ടി ഒരു തീർത്ഥാടന യാത്ര. അപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ അങ്ങാടിക്കടവിൽ നിന്ന് അതുപോലെ തന്നെ എടൂരിലേക്കുള്ള ദൂരമുണ്ടാവും? 5.5-6 കിലോമീറ്റർ അടുത്താണ് വരുന്നത്. 5.5 കിലോമീറ്ററിനും 6 കിലോമീറ്ററിനും ഇടയിലായിട്ട് വരും. അച്ഛൻ ഈ ഇനിഷ്യേറ്റീവ് കുഞ്ഞുമക്കളോട് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഹാപ്പി ആയിരുന്നു? തീർച്ചയായിട്ടും പരീക്ഷയാണെന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് അവർ പറഞ്ഞത്. ഇച്ചിരി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ, പരീക്ഷ കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്കൊരു യാത്ര തുടരാം, ഇത് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല. കാരണം അത്രയേറെ നീരാളിപ്പിടുത്തത്തിലാണല്ലോ, ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലാണല്ലോ നമ്മൾ മീഡിയയിൽ ഒത്തിരി കാണുകയാണ്. നമുക്ക് സങ്കടം തോന്നുകയാണ്. അതുപോലും വളരെ ക്രൂരമായ കൊലപാതകങ്ങളിലേക്ക് പോലും നയിക്കപ്പെടുമ്പം നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, നിയമപരമായിട്ടുള്ള സംവിധാനത്തോടെ ഗവൺമെൻറ്റും കൂടെ ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇതിനെതിരെ ഈ കണ്ണടച്ചിരിക്കുന്ന ഒരു മനോഭാവം ശരിയല്ല. നമുക്ക് പ്രാർത്ഥന കൊണ്ട് അവരെയും ശക്തിപ്പെടുത്താം, ഗവൺമെൻറ്റിനെയും ഭരണത്തിൽ ഇരിക്കുന്നവരെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു മാറ്റം വരുത്താനും. നമ്മുടെ നാട് നന്നാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടായി കേരളം മാറണം. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതിന് പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മക്കളാണ് അങ്ങാടിക്കടവിൽ നിന്ന് യാത്ര വിടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയും വലിയ ദൈവാനുഗ്രഹം ഇതിൻ്റെ മേലുണ്ടാകും എന്നുള്ള വലിയ ആഗ്രഹവും ഞങ്ങളുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അതുണ്ടാകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഞങ്ങൾ ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ തീർത്ഥയാത്രയ്ക്ക് ഞങ്ങൾ പങ്കെടുക്കുന്നു. കൂടാതെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഇനി മുന്നോട്ടുള്ള ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏറെ ആഗ്രഹിക്കുന്നു.
ലഹരി ഞങ്ങളെ അടിമപ്പെടുത്തത്തില്ല. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ റാലി നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ലോക സമാധാനത്തിന് വേണ്ടി നമ്മൾ ഈ റാലി ആക്കുന്നു. പിന്നെ ഞങ്ങൾക്കിപ്പോൾ പരീക്ഷ വലിയ പബ്ലിക് എക്സാം ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ടും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈ റാലി നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. തിരുഹൃത ദേവാലയത്തിലെ സൺഡേ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ് സാലി ടീച്ചർ നമ്മുടെ ഒപ്പമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം ഉരുത്തിരിഞ്ഞത്? ഇപ്പം നമ്മുടെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്, കുടുംബത്തിലായാലും സമൂഹത്തിലായാലും. ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കുട്ടികളിലുള്ള ദൈവവിശ്വാസം കുറഞ്ഞു വരുന്നതായിട്ട് തോന്നി. അപ്പോൾ അവരെ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമെന്നുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ആദ്യമായിട്ട് എടുത്തത്. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും അതിന് പൂർണ്ണമായ സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളിത് ആരംഭിച്ചത്. അച്ഛൻ ഞങ്ങൾക്ക് അതിന് പരിപൂർണ്ണ സപ്പോർട്ട് ചെയ്തു, എല്ലാ പ്രോത്സാഹനവും നൽകി. ജപമാല റാലി നമുക്കൊരു ശക്തിയാണ്. ലഹരിക്കെതിരെ പോരാടാൻ വേണ്ടി നമുക്ക് ധൈര്യം പകരുന്ന ഈ കൂട്ടായ്മ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. അച്ഛാ, ലഹരിക്കെതിരെയും അതുപോലെ തന്നെ ലോക സമാധാനത്തിനും വേണ്ടി കുട്ടികൾ നടത്തിയ ഈ ഒരു വലിയ തീർത്ഥാടനം എടൂർ ആർക്കി എപ്പിസ്കോപ്പൽ ഇടവകയിലേക്ക് മറ്റുള്ളവർക്കൊരു പ്രചോദനമായി മാറുന്നു. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം ലഹരിയുടെ അല്ലെങ്കിൽ ലഹരി മാഫിയയുടെ കൈകളിലാണ്. കുഞ്ഞുങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആണ് ഇതിൽ പെട്ടുപോകുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ആ കുഞ്ഞുങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് അമ്മ അവരെ സംരക്ഷിക്കുക എന്നുള്ള ഒരു വലിയ നിയോഗം സമർപ്പിച്ചുകൊണ്ട് കുട്ടികളോടൊപ്പം അവരുടെ അധ്യാപകരും വികാരിയച്ഛനുമൊക്കെ കൂടി ഈ ദേവാലയത്തിലേക്ക് പ്രാർത്ഥനാപൂർവം ജപമാല ചൊല്ലി കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഈ ഇടവക സമൂഹം അവരോടൊപ്പം നമ്മുടെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് കേരള സഭയിലെ ആഗോള സഭയിലെ മുഴുവൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ തലശ്ശേരി അതിരൂപതയിലെ മുഴുവൻ കുഞ്ഞുങ്ങളെയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.